ഫിറോസിന്റെ കയ്യിലത്തെ ഏറ്റവും വലിയ ആയുധമാണ് നീ പ്രഗ്നന്റ് ആണെന്നുള്ളത്. ഓക്കെ, 2 മാസം കഴിഞ്ഞപ്പോൾ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും, നിങ്ങൾ എനിക്ക് മെഡിസിൻ മേടിച്ചും തരാൻ തുടങ്ങിയതും, എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ മ്യൂസിൽ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിനെ ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്, ഒരു പ്രാവശ്യമേ ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച് എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല, ഇതിന് 2 മാസം മുന്നേ ആണത്. ഈ പ്രാവശ്യം, അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നിട്ടുണ്ടായോണ്ടല്ലോ കുഞ്ഞൊരു കുഞ്ഞുണ്ടായത്. അല്ല, ഇനി റസൂലിക്ക, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവരെ കൊല്ലാൻ വേണ്ടി അങ്ങനെ ഒരു കുട്ടിയല്ല എന്ന് പറയുന്ന നീ ഒരു കുട്ടിയാണോ? നിനക്ക് തന്നെ 3ഓ 4ഓ കുട്ടികൾ അബോർഷനായി പോയ കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടെ കൂട്ടിയത് 4മത്തെയോ 5മത്തെയോ കുട്ടിയാണ്. എന്നിട്ട് സ്വന്തമായിട്ട് പറയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ലെന്ന്. എന്തായാലും സംസാരിക്കുന്നത് സജനയാണ്. ആരോടാണ് സംസാരിക്കുന്നത്? ഓസ്കാർ അവാർഡ് വിന്നർ ആയിട്ടുള്ള റസൂൽ പൂക്കുട്ടിയോടെയാണ്. സ്വന്തം ഭാര്യയ്ക്ക് ക്യാൻസർ ആയിട്ട് കിടപ്പിലാണ്. അവർക്ക് അവരുടെ ആരോഗ്യസ്ഥിതി ഒട്ടും ഓക്കെയല്ല. ആർക്ക്? ഈ റസൂൽ പൂക്കുട്ടിയുടെ ഭാര്യയ്ക്ക്. ആ സമയത്തും ഇയാൾക്ക് ഇയാളുടെ ശരീര സുഖം തേടി പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹോബി. 1 അല്ല 2 അല്ല, കുറേയധികം അവിഹിത കഥകൾ ഇതിനു പുറമേ എത്തുന്നുണ്ട്. ആദ്യത്തെ അവിഹിത കഥ തന്നെ സജന തന്നെയാണ് പറയുന്നത്. സജനയ്ക്ക് ഇത് തന്നെ വേണം. സ്വന്തമായിട്ട് കുറേയധികം അവിഹിത കഥകളും അവിഹിത കാമുകന്മാരുടെ ഒക്കെ പറ്റിച്ചും ഫിറോസിനെയും ഫിറോസിന്റെ മക്കളെയും അല്ലെങ്കിൽ നിന്റെ ആദ്യത്തെ മകളെയും ഒക്കെ പറ്റിച്ചിട്ട് നാട് ചുറ്റി നടക്കുന്ന നിന്നെ പോലുള്ള സ്ത്രീകൾക്ക് ഇത് തന്നെ കിട്ടണം. ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും സെക്ഷുവൽ ത്വരയെ കുറിച്ച് എത്രത്തോളം ലോ ലെവലിൽ പോയി ഒരു മകന്റെയോ മകളുടെയോ ഉമ്മയുടെയോ മുമ്പിൽ വെച്ച് സംസാരിക്കാമോ, അതിനേക്കാൾ ലോ ലെവലിൽ പോയിട്ടാണ് സജന ഇപ്പോൾ സംസാരിക്കുന്നത്. നിങ്ങളുടെ സാധനം, അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടാകാൻ ഞാൻ മാത്രം ശ്രമിച്ചാൽ പറ്റില്ലല്ലോ, അങ്ങനെ ചെയ്തിട്ടല്ലേ ഇങ്ങനെ ചെയ്തിട്ടല്ലേ എന്നൊക്കെ പച്ചയ്ക്ക് വിളിച്ചു പറയുന്നത് സ്വന്തം ഉമ്മയുടെ മുമ്പിൽ വെച്ചിട്ടാണ്. പോകെ ഈ ഓഡിയോയുടെ മുഴുവൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൂടി ഇവൾ എന്തൊരു സ്ത്രീയാണ്, ഇവളൊരു സ്ത്രീ ജന്മമാണോ എന്ന് പോലും ചിന്തിച്ച് മൂക്കത്ത് വിരൽ വെക്കുന്ന, അല്ലെങ്കിൽ അത്രയധികം ഇവരെ അറച്ചു പോകുന്ന, വെറുത്തു പോകുന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ ചെന്നെത്താൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ കുറെ കൂടി അത് വ്യക്തമാകും. ബാക്കി കൂടി നമുക്കൊന്ന് കേൾക്കാം. പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവര് സത്താലും കുഴപ്പമില്ല, എനിക്കിത് മതി, എനിക്ക് പൈസ മതി. ഓവർ കുബുദ്ധി, ഇക്കാടെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ ഇപ്പോഴും. ഞാൻ പറഞ്ഞോട്ടെ എന്ത് ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നതും. ഇനി എനിക്ക് റസൂലിക്ക എത്രയോ നാളുകളായിട്ട് നീ നിന്റെ കൂട്ടുകാരുടെ പറഞ്ഞോണ്ടിരിക്കുന്നു. നാണമില്ലേ സജന? നിങ്ങൾക്ക് നാണമില്ലേ? ഇത്രയും നാളുകളായിട്ടും പുറത്തറിയാത്ത കാര്യം ഇപ്പോൾ നിങ്ങളുടെ കുബുദ്ധി കൊണ്ടാണ് നാട്ടുകാർ അറിഞ്ഞതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഒളിച്ചു വെച്ച് അവിഹിത ബന്ധത്തിലാണ് നിങ്ങൾ ഏർപ്പെട്ടിട്ടുള്ളതെന്ന്. അപ്പോൾ പച്ചയ്ക്ക് പറഞ്ഞാൽ റസൂൽ പൂക്കുട്ടിയുടെ ആരാണ് താങ്കൾ? ഭാര്യയല്ല. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് വേറെ പേരാണ് പറയുന്നത്. പച്ചയ്ക്ക് എനിക്കത് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സ്വന്തമായിട്ടൊന്ന് വിലയിരുത്തി നോക്കുക. ഭാര്യ അറിയാതെ, കുടുംബം അറിയാതെ റസൂൽ പൂക്കുട്ടി നിങ്ങളുടെ അടുത്ത് അവിഹിതത്തിന് വന്ന് നിങ്ങൾക്കൊരു കൊച്ചുണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഒന്ന് വിശദീകരിക്കാൻ പറഞ്ഞാൽ റസൂൽ പൂക്കുട്ടിയുടെ ആരായിട്ട് വരും താങ്കൾ? അല്ല, അറിയാത്തത് കൊണ്ടൊന്ന് ചോദിക്കുകയാണ്. ഇവിടെ സജന പറയാണ് ദേഷ്യത്തിന്റെ പുറത്ത് അവര് ചത്താലും കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞത്. അവര് ചത്താലും കുഴപ്പമില്ലെന്ന് ആരെ കുറിച്ചാണ് പറയുന്നത്? അസുഖമായിട്ട് വളരെ ബുദ്ധിമുട്ട് ശാരീരികമായി അനുഭവിക്കുന്ന റസൂൽ പൂക്കുട്ടിയുടെ ഭാര്യ ചത്താലും കുഴപ്പമില്ല, എനിക്ക് പണം മതി എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. മറ്റൊരു സ്ത്രീയുടെ ജീവൻ പോയാലും കുഴപ്പമില്ല, തനിക്ക് പണം മതി, അല്ലെങ്കിൽ തനിക്ക് ശരീരസുഖം മതി, അല്ലെങ്കിൽ തനിക്ക് റസൂൽ പൂക്കുട്ടിയിൽ നിന്നൊരു കുഞ്ഞു മതി. എങ്കിലാണല്ലോ ആ കുഞ്ഞിനെ വെച്ച് വില പേശി അവരുടെ ജീവിതത്തിന്റെയും അവരുടെ ജീവിത സ്വത്തിന്റെയും ഒക്കെ എന്താ പറയാ കൈവശ അവകാശം ഇവർക്ക് അങ്ങ് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപാര ബുദ്ധി തന്നെ. ദാരിദ്ര്യം നിറഞ്ഞ് ജീവിക്കുന്നവർ പോലും പണത്തിന് വേണ്ടി ഇത്രയും തരംതാണ പ്രവൃത്തി ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതിനേക്കാൾ ഭേദം ഭിക്ഷയെടുത്ത് ജീവിച്ചൂടെ സജന? ഭിക്ഷയെടുത്ത് ജീവിച്ചാൽ പോലും ഇതിനേക്കാൾ അന്തസ്സുണ്ട്. ഒരു മനുഷ്യന് ജീവിക്കാൻ എത്രത്തോളം പണം വേണം? എന്തിനാണ് ശരീരം വിറ്റും മറ്റൊരാളുടെ കുടുംബം തകർത്തും അസുഖം ബാധിച്ചു കിടക്കുന്ന ആ സ്ത്രീനെ കൊന്നിട്ടും കൊല്ലാക്കൊല ചെയ്തിട്ടും നിനക്ക് ഈ 10 കോടിയും 3 കോടിയും എന്ത് ചെയ്യാനാണ്? നിനക്ക് ഈ 10 കോടി മുഴുവനായിട്ട് തിന്നു തീർക്കാനുള്ള ആയുസ് ബാക്കിയുണ്ടോ? ഇമാതിരിയുള്ള പാപങ്ങൾ ചെയ്താൽ ഇത്രയും സുഖിച്ച് ആരോഗ്യത്തോടെ ജീവിക്കാൻ ഈ മുകളിലിരിക്കുന്ന ശക്തി സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എത്ര കുടുംബങ്ങളാണ് നീ തകർത്തത്? എത്ര പേരുടെ അവിഹിത കഥകളാണ് ഫിറോസ് തെളിവ് സഹിതം അല്ലെങ്കിൽ
അവരുടെ ഫോട്ടോ സഹിതം പുറത്തു വിട്ട് സംസാരിക്കുന്നത്. എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്? എന്തോന്ന് ആണല്ലോ റസൂൽക്ക, നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞേക്ക് ഈ പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂൽക്ക. ഇനി എനിക്ക് അല്ലല്ല ഇനിയിപ്പോ എനിക്ക് അല്ലമ്മ ഇനി എനിക്ക് പറ്റത്തില്ലമ്മ. ഞാൻ എത്രയോ ക്ഷമിക്കുന്നുണ്ടമ്മ. എല്ലാം ഞാൻ എനിക്ക് നിങ്ങൾ കുടുംബക്കാരെ വിടാം. എന്നിട്ട് ഇയാൾ നമ്മളെല്ലാം സംസാരിച്ചതിന് ശേഷമല്ലേ ഇയാൾ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ഉമ്മയാണ് കേട്ടോ. ഉമ്മയുടെയും കൂടെ സപ്പോർട്ടോടു കൂടി, അതായത് സ്വന്തം മകൾ ഇങ്ങനെ വ്യഭിചരിച്ച് നടക്കുന്നത് സന്തോഷത്തോടെയും സപ്പോർട്ടോടുകൂടിയും കൂടി കാണുന്ന ഉമ്മയാണ് നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് അല്ലെങ്കിൽ ഓഡിയോയ്ക്കകത്ത് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. ഉമ്മ പറഞ്ഞു കൊടുക്കാണ് ബന്ധുക്കളുടെയും നാട്ടുകാരുടെ ഒക്കെ മുമ്പിൽ നമ്മൾ നാണം കെട്ടില്ലേ എന്ന് ചോദിക്കാൻ. എന്ന് വെച്ചാ ഒന്നും പറയാതെ നിങ്ങളൊക്കെ ഒരു സ്ത്രീ ജന്മങ്ങൾ തന്നെയാണോ? നിങ്ങൾ ഉമ്മയാണോ? നിങ്ങൾ അമ്മയാണോ? ഇനി നമ്മൾ കടക്കുന്നത് സജനയുടെ അവിഹിതങ്ങളുടെ ലിസ്റ്റിലേക്കാണ്. അവിഹിതങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു കല്യാണം കഴിഞ്ഞ ശേഷം ഭർത്താവ് അറിയാതെ പരസ്ത്രീ അല്ലെ പരപുരുഷ ബന്ധത്തിൽ പോകുന്നതിനാണല്ലോ അവിഹിതം എന്ന് പറയുന്ന വാക്കിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിഹിതങ്ങളുടെ ലിസ്റ്റ് നമ്പർ 1. ഞാൻ അന്നത് വിശ്വസിച്ചില്ല. അപ്പോൾ നിയാസും ഇവളുമായിട്ട് ഒരു ഭാര്യ ഭർത്താവ് പോലെ തന്നെ അവരുടെ വീട്ടിൽ അത്രയും സ്വാതന്ത്ര്യമുള്ളൊരു വ്യക്തിയാണ് നിയാസ്. ആളുടെ പേര് നിയാസ് എന്നാണ്. നിയാസ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ, അതായത് സജനയുടെ അവിഹിത കാമുകൻ വഴിയാണ് ആദ്യമായി ഫേസ്ബുക്കിലൂടെ ഫിറോസിനെ സജന പരിചയപ്പെടുന്നത്. കല്യാണത്തിന് ശേഷമാണ് നിയാസ് ഒരു ഭർത്താവിന്റെ റോള് തന്നെയാണ് സജനയുടെ ജീവിതത്തിൽ വഹിച്ചുകൊണ്ടിരുന്നത് എന്ന് ഫിറോസ് തിരിച്ചറിയുന്നത്. നിയാസിൽ നിന്നില്ല. അങ്ങനെ നിയാസിന്റെ കാര്യം തിരിച്ചറിഞ്ഞ ശേഷം ആത്മഹത്യാ ഭീഷണിയും, കൈ മുറിക്കുന്നു, കാല് മുറിക്കുന്നു, ബ്ലഡ് വരുന്നു, ഹോസ്പിറ്റലാകുന്നു. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം നിയാസിന്റെ കാര്യം ഫിറോസ് വിടുന്നു. ശരി, ക്ഷമിച്ചു, കല്യാണത്തിന് മുമ്പല്ലേ എന്നോർത്ത് വിടുന്നു. അപ്പോൾ അവതരിക്കുകയാണ് അവിഹിതം നമ്പർ 2. അങ്ങനെ സജന വരുന്നു. ഞാൻ ഈ മൊബൈലൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നു. ആദ്യം ഒന്നും കണ്ടില്ല. പക്ഷെ പയ്യെ എനിക്ക് മനസ്സിലായി അതിനകത്ത് അതിൻ്റെ ഡയറക്ടറുമായിട്ട് സജന പ്രണയത്തിലാണെന്നുള്ളത്. അങ്ങനെ ഞാനത് പിടിക്കുകയാണ്. അത് ഷാനിഫ് ഐരൂർ എന്നാണ് അവൻ്റെ പേര്. ഗുഡ് ഈവനിങ്. ഷാനിഫ് ഐരൂരാണ്. ഒരു പ്രൊജക്ടിന്റെ ലൊക്കേഷനിലാണ് എല്ലാവരും ഉള്ളത്. ഒരുപാട് പ്രത്യേകത നിറഞ്ഞിട്ടുള്ള ഒരുപാട് കുറുമ്പിത്തിരി കൂടിപ്പോയി ചേട്ടാ. ഇവിടെ രണ്ടാമത്തെ കാമുകന്റെ പേര് ആരിഫ് എന്നല്ലേ? അതോ എന്താ? സോറി, ആരിഫ് അല്ല, ഷാനിഫ്. ഈ കുറെ അധികം ആൾക്കാരുള്ളതുകൊണ്ട് ലിസ്റ്റ് ഓർത്ത് വെക്കാൻ പാടാ. ഓക്കെ, ഷാനിഫ് ഒരു ആൽബത്തിന്റെ ഷൂട്ടിങ്ങിനായിട്ട് സജനയും കൊണ്ട് പോകുന്നു. അയൽക്കാരായിരുന്നു. അക്കത്തെ സ്നേഹത്തിന്റെ പുറത്ത് ഷൂട്ടിങ്ങിനായിട്ട് പോകുന്നു. പിന്നെ ഷൂട്ടിങ്ങിന് പോയി ഷൂട്ടിങ്ങിന്റെ ആൽബത്തിന്റെ സംവിധായകനായ ഷാനിഫുമായിട്ടും കൂടെ സ്നേഹത്തിലാവുന്നു. അങ്ങനെ അവിഹിതം നമ്പർ 2 അത് ഫിറോസ് പൊക്കുന്നു. ഫിറോസ് പൊക്കി കഴിയുമ്പോഴേക്കും അടുത്ത അവിഹിതം നമ്പർ 3 പുറത്തു വരികയാണ്. ഷാനിഫ് ഐരൂര് അതിന്റെ ഡയറക്ടറായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ പ്രൊഡ്യൂസർ നജീം കല്ലറ പാകിസ്ഥാൻ മുക്കിലുള്ള ഒരുത്തനാണ്. അവനാണ് ഈ ആൽബത്തിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അവൻ ഈ മലപ്പുറത്ത് വന്ന് കോട്ടയ്ക്കൽ പുതുക്കാട് വന്ന് സെറ്റിലായിരിക്കുകയാണ്. ഇങ്ങനെ ഈ സ്ഥിരം ഇങ്ങനെ ആൽബം. അതേ ആൽബത്തിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള നജീബാണ് അടുത്ത 3-ാം നമ്പർ കക്ഷി എന്ന് പറയുന്നത്. അതേ ആൽബത്തിന്റെ സംവിധായകനുമായിട്ട് ഇതേ ബന്ധം പുലർത്തി അത് ഏകദേശം പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ സെയിം ആൽബത്തിന്റെ പ്രൊഡ്യൂസറെ കയ്യിലെടുക്കാൻ കാണിച്ച ആ ഒരു മനസ്സ് നിങ്ങൾ ആരും കാണാതെ പോകരുത്. ആ പ്രൊഡ്യൂസറുടെ പേര് നജീബ് എന്നാണ്. അങ്ങനെ 3-ാമത്തെ കക്ഷി നജീബ്. അതും പൊക്കുന്നു. ആര്? ഫിറോസ്. അത് പൊക്കിയതിനു ശേഷം വീട്ടിൽ വഴക്കാവുന്നു. ഫിറോസിനെയും മകനെയും ഉപേക്ഷിച്ച് ഈ നജീബിന്റെ കൂടെ ഇറങ്ങി പോകുന്നു സജന. ഇറങ്ങിപ്പോയതിനു ശേഷം ഡിവോഴ്സ് പെറ്റീഷൻ ഒപ്പിട്ട് ഫിറോസിന് അയച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ പോലും ഫിറോസ് പങ്കുവെക്കുന്നുണ്ട്. അതായത് അത്രയും ധൈര്യത്തോടു കൂടി മാസങ്ങൾ മാത്രം പരിചയമുള്ള ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയി മകനെയും ഭർത്താവിനെയും ഉപേക്ഷിക്കാൻ കാണിച്ച ധൈര്യവും നമ്മൾ കണ്ടില്ല എന്ന് വെക്കരുത്. അങ്ങനെ 1-2 മാസം നജീബിന്റെ കൂടെ താമസിച്ചതിന് ശേഷം അവൻ അത്രയും വലിയൊരു വൃത്തികെട്ടവനാണെന്നും അവൻ എല്ലാ കൊള്ളരുതായ്മകളും ഉള്ളവനാണെന്നും പറഞ്ഞ് സജന ഫിറോസിനെ വിളിച്ചു കരയുന്നു. എന്നാൽ നീ തിരിച്ചു പോരെ, മകനും നിന്നെ നോക്കിയിരിക്കുകയാണെന്നും ഫിറോസ് സജനെ സ്വീകരിക്കാൻ തയ്യാറാവുന്നു. അങ്ങനെ ഫിറോസിന്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നു. മനസ്സിലാവും എൻ്റെ ഈ ഫീലിങ്സ് എന്താണെന്നുള്ളത്. അങ്ങനെ ബിഗ് ബോസ് കഴിഞ്ഞ് വന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ സീരിയലിലൊക്കെ അഭിനയിക്കുന്നു. ഇപ്പോൾ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഒരു കൃഷ്ണ മമ്മി എന്നാണ് വിളിക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ പരിചയപ്പെടുന്നിട്ട് വേണ്ടത്തുള്ള അവരുടെ ഫ്രണ്ടാണ് വിമൽ, RS വിമൽ. അവന് മീറ്റു കേസിലൊക്കെ അവന് നേരത്തെയും അവന് പിടിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ RS വിമൽ എന്ന് നിൻ്റെ മൊയ്തീൻ എന്ന് പറഞ്ഞൊരു പടം എത്ര മനോഹരമാണ് അല്ലെ? പ്രണയത്തിന് വേണ്ടി ജീവൻ കളയുന്ന, ആ ജീവൻ പോയതിനു ശേഷവും പ്രണയിതാവിന്റെ വിധവയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ. അത് യഥാർത്ഥ കഥയാണ്. എന്നാൽ പോലും ആ കഥ കണ്ട് കണ്ണീരണിഞ്ഞ എത്രയോ ആൾക്കാരുണ്ട്. ആ കഥയുടെ സംവിധായകൻ എന്ന് പറയുന്ന RS വിമലാണ് 6-ാമത്തെ കക്ഷി. അങ്ങനെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലിസ്റ്റ് വല്ലാതെ നീളുന്നൊന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ എന്ത് ചെയ്യാം, ജീവിതമല്ലേ, കണ്ടല്ലേ പറ്റൂ. അങ്ങനെ RS വിമലിന്റെ കാര്യവും
ഫിറോസ് പൊക്കുന്നു, ഫിറോസ് കൈയോടെ പിടിക്കുന്നു. ഇതൊക്കെ ബിഗ് ബോസിന് ശേഷമാണ്. ഇതിന്റെ ഇടയിലെല്ലാം ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും പരസ്പരം ഒത്തുതീർപ്പിലൂടെ നടന്ന് ബിഗ് ബോസിൽ പോകുന്നു, പങ്കെടുക്കുന്നു. അങ്ങനെ ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റായി പുറത്തു വരുന്നു. പുറത്തു വന്നതിന് ശേഷം പിന്നീടും തുടരുന്നു. അടുത്താണ് മാനു സീക്കോ, സുലൈമാൻ മാനു എന്നാണ് അറിയപ്പെടുന്നത്. അവന് റെഡ് ബെൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ ലീസിനെടുത്തിട്ട് അത് റെൻ്റ് ഔട്ട് ചെയ്യുന്നത്. പിന്നെ അതേപോലെ മൊബിറ്റ്. അടുത്തത് ലക്ഷ്മി എന്ന് പറയുന്ന ഒരു ഗായിക സുഹൃത്താവുന്നു. ആ ലക്ഷ്മി വഴി പരിചയപ്പെടുന്ന 7ാമത്തെ ആളാണ് മാനു സീക്കോ. അദ്ദേഹം അത്യാവശ്യം കള്ളക്കടത്തിനും എന്താ പറയാ സ്വർണ്ണക്കടത്തിന് പോലും പോലീസ് പിടിയിലായിട്ടുള്ള ഒരു പ്രതിയാണ്. എനിക്കറിയത്തില്ല ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് മാത്രമാണോ സജനയ്ക്ക് ഈ ബന്ധം പുലർത്താൻ കഴിയുന്നുള്ളൂ എന്ന്. ഓക്കെ, വിധി എന്നല്ലാതെ എന്ത് പറയാം. അങ്ങനെ RS മാനുവാണ് 7ാമത്തെ കക്ഷി. അവരുമായിട്ടും ഇതുപോലെയുള്ള ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഇവരൊക്കെ ഒരു സ്ത്രീയാണ്, ഒരാളുമായിട്ട് ഇത്രയധികം ആൾക്കാരുമായിട്ട് എങ്ങനെയാണ് മാനസിക അടുപ്പം ഉണ്ടാവുന്നത്? ശാരീരിക അടുപ്പം ഉണ്ടാവുന്നത് പോട്ടെ, മാനസികമായിട്ടൊരു ഭർത്താവിന്റെ സ്ഥാനത്ത് കാണാൻ ഇത്രയധികം ആൾക്കാർ ഒരു ജീവിതത്തിൽ പറ്റുമോ? 30-35 വയസ്സോ അത്രയെങ്ങാണ്ട് വയസ്സേ ഉള്ളൂ സജനയ്ക്ക്. ഈ 35 വർഷത്തിനുള്ളിൽ ഇത്രയധികം ഉള്ളതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്, ഐ വിറ്റ്നസ് ഉണ്ട്. അതായത് രാഹുൽ എന്ന് പറഞ്ഞൊരു പയ്യൻ, അത് എനിക്കും അറിയാവുന്ന നേരത്തെ അറിയാവുന്ന ഒരുത്തനാണ്. ഇവളുടെ ആംഗ്ലേ എന്ന് പറഞ്ഞിട്ടാണ് പലരെയും പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ഇവളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഇവനെ കൊണ്ടുപോവുകയും ലാസ്റ്റ് അവനുമായിട്ട് ബെഡ് ഷെയർ ചെയ്തത് ആ വീട്ടുകാർ അത് കണ്ടുപിടിക്കുകയും രണ്ടാമത്തെ കക്ഷി രാഹുൽ സ്വന്തം സഹോദരനാണ്, ആങ്ങളെ പോലെയാണെന്നൊക്കെ പറഞ്ഞാണ് നാട്ടുകാരെയും കൂട്ടുകാരെയൊക്കെ പരിചയപ്പെടുത്തുന്നത്. പക്ഷെ മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിൽ കാണാൻ പാടില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ബെഡ് ഷെയർ ചെയ്യുന്ന രീതിയിലൊക്കെ രാഹുലിന്റെ വീട്ടുകാർ പിടിക്കുകയും പിന്നെ അവിടുന്ന് കരഞ്ഞ് കാല് പിടിച്ച് പുറത്തോട്ടിറങ്ങുകയും അത് ഒതുക്കി തീർക്കുകയൊക്കെ ചെയ്യുന്ന സജനയുടെ കാര്യമാണ് 8ാമത്തെ കക്ഷിയായിട്ട് ഫിറോസ് അവതരിപ്പിക്കുന്നത്. 7 എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് നമ്മൾ തെളിവ് സഹിതം കണ്ടു. ഇത് കള്ളത്തരമാണെങ്കിലും അല്ലെങ്കിൽ വിടുവായത്തരം പറയുന്നതാണെങ്കിലും മറ്റൊരു പുരുഷന്റെ ഫോട്ടോ വെച്ച് തെളിവ് സഹിതം പുറത്തു വിടണമെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു കഴമ്പുണ്ടാവും, അല്ലെങ്കിൽ അതിനകത്തൊരു സത്യം ഉണ്ടാവും. ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത്രയധികം പുരുഷന്മാരുടെ ഫോട്ടോ സഹിതം പുറത്തുവിട്ട് തെളിവ് സഹിതം പുറത്തുവിട്ട് പലരുമായിട്ടുള്ള ഓഡിയോകൾ പോലും പുറത്തുവിട്ട് ഫിറോസിന് സംസാരിക്കാനായിട്ട് സാധിക്കുക? സജന വന്ന് പറയുന്നത് പോലെ ആധികാരികതയില്ലാതെ കരഞ്ഞുകൊണ്ടും നിലവിളിച്ചുകൊണ്ടും കുറെ കഥകൾ പറയുകയല്ല, തെളിവ് സഹിതം ആധികാരികതയോടു കൂടിയാണ് ഫിറോസ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫിറോസിന് ഇത്രയധികം സപ്പോർട്ട് കിട്ടുന്നതും. വ്യക്തിപരമായി സജനനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ സജനനെ കുറിച്ച് ഇങ്ങനെയുള്ള 3 കോടി നഷ്ടപരിഹാരം അല്ലെങ്കിൽ സജനനെ കുറിച്ച് 3 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു, ഹണി ട്രാപ്പാണ്, അങ്ങനെയൊക്കെ അതുലിനെ പോലെയുള്ള യൂട്യൂബേഴ്സ് പറയുമ്പോൾ വ്യക്തിപരമായി അവർക്കെതിരെ സംസാരിച്ച ഒരാളാണ് ഞാൻ. എത്ര പേർ ആ വീഡിയോ കണ്ടു എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും അതുലിനെ കുറിച്ചും അല്ലെങ്കിൽ അങ്ങനെ സജനയ്ക്കെതിരെ സംസാരിച്ച സ്ത്രീ ജന്മത്തെ മോശമായി കാണുന്ന ആൾക്കാർ എന്ന് പോലും പറഞ്ഞ് ഞാൻ ഇവരെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാനതിൽ പശ്ചാത്തപിക്കുന്നു. എന്താ പറയുക, ആത്മാർത്ഥപരമായി അവരോടൊരു സോറി പറയാനും ഞാൻ ഈ അവസരം യൂസ് ചെയ്യുകയാണ്. കാരണം ഇത്രയധികം മോശമായിട്ടുള്ളൊരു സ്ത്രീ ആയിരുന്നു സജന എന്ന് എനിക്ക് അന്നറിയില്ലായിരുന്നു. ഇവരാരും തെളിവ് പറയാതെ അല്ലെങ്കിൽ ഒന്നിൻ്റെയും ഒരു സ്ക്രീൻഷോട്ടോ തെളിവോ ഒന്നും പറയാതെ പ്രാക്ടിക്കൽ എവിഡൻസ് ഒന്നും ഹാജരാക്കാതെ വെറുതെ ഒരു സ്ത്രീനെ കുറിച്ച് അപവാദം പറയുന്നതായിട്ടാണ് അന്ന് എനിക്ക് തോന്നിയത്. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലാവുന്നു അവർ പറഞ്ഞതായിരുന്നു ശരി എന്നുള്ളത്. നിങ്ങൾ പോയി ചാവ്, നിങ്ങൾ ചത്തു കഴിഞ്ഞാൽ എനിക്ക് ഗുണമാണ് ഞാൻ പറഞ്ഞത്. ഒരു പണം കണ്ട് ഒരുത്തിനോട് ഒളിച്ചോടിയപ്പോഴത്തേക്ക് ആണ് ഞാൻ പണം കണ്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് പണം വേണ്ടത്. സത്യമല്ലേ? ആണല്ലോ, സത്യമല്ലേ? നിക്കാരം കഴിഞ്ഞ് നിങ്ങൾ നോക്കിയോ ഫേസ്ബുക്കിൽ എന്റെയും എന്റെ ഭർത്താവിന്റെ ഫോട്ടോ ഞാൻ ഇടാൻ പോവാ. അയ്യോ നീ ഫേസ്ബുക്കിൽ ഇടല്ലേ, നാണം കെട്ടിയ ചാവും കേട്ടോ. അതാ പറഞ്ഞ ചാവ്, നിങ്ങൾ പോയി ചാവ്, നിങ്ങൾ പോയി. അതാണ് ഏറ്റവും ഞാൻ നല്ലത്. ഏറ്റവും നല്ലത് നിങ്ങൾ ചാവുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൊച്ചുങ്ങളെ ഇട്ടിട്ട് ഒളിച്ചോടി പണക്കാരൻ്റെ കൂടെ പോയിട്ട് ജീവിക്കുന്നതാണോ ശരി സജന? ആണ്. ഞാൻ ഇടപെട്ടെ, എനിക്ക് എന്റെ സുഖങ്ങളാണ് വലുത്. ഏത് ലെവലിൽ ഞാൻ കളിക്കുമെന്ന്. സ്വന്തം കുഞ്ഞിന്റെ അച്ഛനോട് പോയി ചാവാൻ പറയാൻ മാത്രമുള്ള ശത്രുത ഇത്രയും തെറ്റുകൾ ചെയ്തു കൂട്ടിയിട്ട് സജനയ്ക്ക് എന്തിനാണ് ഫിറോസിനോടെന്നാണ് ഞാൻ ആലോചിച്ചു പോകുന്നത്. പിന്നെ ഇവിടെ സജന പറയുന്നുണ്ട് എനിക്ക് എൻ്റെ സുഖങ്ങളാണ് വലുത്, മക്കളെ വിട്ടിട്ട് ഒളിച്ചോടി പോകുന്നതാണോ നല്ലതെന്ന് ഫിറോസ് ചോദിക്കുമ്പോൾ അതെ ഞാൻ അങ്ങനെ ചെയ്യും, എനിക്ക് പണമാണ് വലുത് എന്ന് പറയുന്ന സജന ഇന്നലെ രാത്രി കരഞ്ഞുകൊണ്ടൊരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. ആ വീഡിയോ കൂടി ഒന്ന് കാണാം. ഒരമ്മ എന്ന് വിചാരിച്ച് ഒരു കുഞ്ഞുങ്ങളുടെ വേദന എന്താന്ന് കണ്ണീ കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. ആ ഒരു ബഹുമാനശാൽ ഞാൻ എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ നോവിക്കരുത്, അത് മാത്രം ലോകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ. അതുകൊണ്ട് മാത്രമാണ് ഇന്നും ഞാൻ ആ വ്യക്തിയെ പറയാതിരിക്കുന്നത്. അത്രയും നിങ്ങൾക്ക് നാണമുണ്ടോ സ്ത്രീയെ? നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് എന്താണ്? എനിക്ക് എൻ്റെ സുഖങ്ങളാണ് വലുത്, ഞാൻ പണം തേടി പോകുമെന്ന് പറഞ്ഞ നിങ്ങൾക്ക് ഇപ്പോൾ അവരമ്മയാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ മക്കളെ ദ്രോഹിക്കരുതെന്ന് പറയാൻ നാണമുണ്ടോ? നിങ്ങൾ റസൂൽ പൂക്കുടിയുടെ മക്കളെ കുറിച്ച് അവനുമായിട്ട് അവിഹിത ഗർഭം ഉണ്ടാക്കിയപ്പോൾ ചിന്തിച്ചോ?
എന്താ പറയുക, മരുന്നിന്റെ ബലത്തിൽ അല്ലെങ്കിൽ മരുന്നുകളുടെ സഹായത്തോടെ അത്രയധികം വലിയൊരു അസുഖത്തെ അതിജീവനത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്ന അവരുടെ റസൂൽ പൂക്കുട്ടിയുടെ ഭാര്യനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോ? അവരുടെ കുടുംബത്തെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ ഇപ്പോൾ പിന്നെ മാതൃത്വം ചമഞ്ഞ് കുഞ്ഞുങ്ങളെ നോവിക്കരുത്, കുഞ്ഞുങ്ങളാണ് ഏറ്റവും വലിയ ശക്തി, അതിൽ വലിയ പാപം മറ്റൊന്നുമില്ല, കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർത്തിട്ടാണ് ഞാൻ അയാളെ കുറിച്ചൊന്നും പറയാത്തതെന്നൊക്കെ കരഞ്ഞ് വന്ന് മെഴുകാൻ നാണമുണ്ടോ സ്ത്രീയെ? നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫിറോസ് എന്ന് പറയുന്ന ഭർത്താവിനോട് പണമാണ് വലുത്, എനിക്ക് കുട്ടികളൊന്നും അല്ല വിഷയം എന്ന് പറഞ്ഞ ഓഡിയോ തെളിവ് സഹിതം ഫിറോസ് പുറത്തു വിട്ടതിന് ശേഷം ഇമാതിരി വന്ന് കരഞ്ഞു മെഴുകാൻ കാണിച്ച നിങ്ങളുടെ തൊലിക്കട്ടി. അയ്യോ, മക്കളെ പിടിച്ചിടുന്നു, മാതൃത്വം വലിച്ചിടുന്നു. എന്നിട്ടായിരിക്കും റസൂൽ പൂക്കുട്ടിയുടെ മക്കളെ ഒന്നും ഓർക്കാതെ അല്ലെങ്കിൽ റസൂൽ പൂക്കുട്ടിയുമായി അവിഹിതത്തിന് ചേർന്ന് ആദ്യത്തെ കുഞ്ഞിനെ അബോർട്ട് ചെയ്തത്. അന്നേരം ഒന്നും താങ്കൾക്ക് ഈ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം ഉണ്ടായിരുന്നില്ലേ? തൻ്റെ വയറ്റിൽ അവിഹിതത്തിലായാൽ പോലും ജന്മം കൊണ്ട ജീവൻ തുടിച്ച ഒരു ജീവനെ 2 മാസം കഴിഞ്ഞിട്ട് അബോർട്ട് ചെയ്ത് കളയുന്നു. അതിനുശേഷം പിന്നെയും ഗർഭമുണ്ടാകുന്നു, അതിനെയും കളയുന്നു. അങ്ങനെ 2-3 ജീവനുകൾ ഇങ്ങനെ അബോർട്ട് ചെയ്ത് കളഞ്ഞപ്പോഴൊന്നും താങ്കളുടെ മാതൃത്വം തുടിച്ചില്ലേ? താങ്കളുടെ അമ്മ ഉണർന്നില്ലേ? എന്നിട്ട് ഇന്റർവ്യൂവിൽ സാരി കൊടുത്ത് വന്നിരുന്ന കരഞ്ഞാൽ എല്ലാവരും എല്ലാം അങ്ങ് മറക്കും, മലയാളികൾ ആ കണ്ണീരിൽ വീഴും എന്നൊക്കെയാണോ വിചാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊരു നടിയാണിവര്. ഇതിന് 4-1 നടനം സിനിമയിലോ സീരിയലിലോ കാഴ്ചവെച്ചായിരുന്നെങ്കിൽ ഇവർക്ക് ഇപ്പോൾ റസൂൽ പൂക്കുട്ടിനേക്കാൾ വലിയ ഓസ്കാർ അവാർഡ് കിട്ടിയാനെ. ജാതി. ഇവരുടെ തള്ളു കണ്ടിട്ട് ഇവരുടെ സുഹൃത്തും അല്ലെങ്കിൽ ഇവരുടെ സോഷ്യൽ മീഡിയ പേജുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ശാലുവിന് ചിരി അടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ചിരിച്ചുകൊണ്ടാണ് ശാലു ടിഷ്യൂ പോലും എടുത്തു കൊടുക്കുന്നത്. ഒരാൾ കരയുമ്പോൾ ചിരിക്കുന്നത് മോശമാണ്, പക്ഷെ സത്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ നാടകത്തിന് കൂട്ടു നിൽക്കുക? അല്ലേ ശാലു? ചിരിച്ചു പോകും, ക്വൈറ്റ് നാച്ചുറൽ. എന്നിട്ട് പോലും ഞാനത് പറഞ്ഞു, നിങ്ങൾക്കും അതറിയാം. ഞാൻ 10 കോടി വേണമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളും പറയുന്നുണ്ട് ആ 10 കോടി ഒന്നും കിട്ടാനല്ല എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ടും അറിയാം. അപ്പം അത് ആ 10 കോടി എന്ന് പറയുമ്പോഴെങ്കിൽ നിങ്ങൾ എന്നെ കളഞ്ഞിട്ട് പോവാതിരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ദേഷ്യത്തിൽ ഞാൻ എടുത്തും ഈ പറഞ്ഞ എടുത്തും ഞാൻ സംസാരിച്ചിട്ടുള്ളത് സത്യം തന്നെ. അവരാരെങ്കിലും ആയിക്കോട്ടെ, അന്നത്തെ ദിവസം ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞു അവർ ചത്താലും എനിക്ക് കുഴപ്പമില്ല. കാരണം ഞാൻ സ്വാഭാവികമായിട്ട് പറയുന്നുണ്ട്, ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്തത്. കാരണം ആ ഒരു ലേഡിക്ക് വയ്യാട്ടിരിക്കുന്നു, അവർക്ക് ഇതായതുകൊണ്ട് മാത്രമാണ് പലതും എനിക്ക് വേണ്ടി ഞാൻ സ്ട്രഗിൾ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. എന്ത് സ്ട്രഗിളാണ് താങ്കൾ ചെയ്തത്? താങ്കൾ ഈ വയ്യാതെ കിടക്കുന്ന സ്ത്രീ എന്ന് ഇവർ പരാമർശിക്കുന്നത് റസൂൽ പൂക്കുട്ടിയുടെ ഭാര്യനെയാണ്. സോ ആ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ സ്ട്രഗിൾ ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. ആ ലേഡിക്ക് വയ്യാത്തത് കൊണ്ടാണ് ഞാൻ പല കാര്യങ്ങളും മറച്ചു വെക്കുന്നതെന്ന്. ഈ ലേഡിക്ക് വയ്യായിരുന്നു എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലേഡി ഉണ്ടെന്നും അവർക്ക് മക്കളുണ്ടെന്നും ഒക്കെ ഉള്ള കാര്യം ഈ റസൂൽ പൂക്കുട്ടിയുമായി മോശമായ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ താങ്കൾക്ക് അറിയില്ലായിരുന്നോ? നാണമുണ്ടോ? ഉളുപ്പിന്റെ അല്പമെങ്കിലും അല്ലെങ്കിൽ ഒരു അംശമെങ്കിലും ഉളുപ്പുണ്ടോ? അവരുടെ ഭർത്താവിൻ്റെ കൂടെ കിടന്ന് മക്കളെ ഉണ്ടാക്കിയതിന് ശേഷം അവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ സഹിക്കുന്നത് എന്ന് പറയാൻ കാണിച്ച ആ ഒരു മനസ്സ്, നിങ്ങളുടെ സ്വബോധം നഷ്ടപ്പെട്ടു പോയോ സ്ത്രീയെ? അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുകയാണ്. ശരിക്കും ഡബിൾ എന്നല്ല, ട്രിപ്പിൾ എന്നല്ല, നിങ്ങൾ കളിക്കുന്ന ഗെയിം. എൻ്റെ അടുത്ത് ആ മറ്റേ മൂപ്പൻ വരെ എൻ്റെ അടുത്ത് ഇപ്പൊ പറഞ്ഞതാ, നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല റസൂൽക്ക, കുറെ പെണ്ണുങ്ങൾ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. മൂപ്പൻ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളോ ഇത്. മൂപ്പൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ അടുത്തറിയാവുന്ന കക്ഷിയാണ്. എന്നെ സജിനെയൊക്കെ അറിയാവുന്ന മൂപ്പൻ വ്ളോഗിലെ മൂപ്പനെ കുറിച്ചാണ് പറയുന്നത്. ഇതൊക്കെ ഞാൻ അതിനെയൊക്കെ പറഞ്ഞു നന്നാക്കാൻ പോകുന്നു, അല്ലെങ്കിൽ റസൂലിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ സജിനോട് പോയി പറയാൻ പോകുന്നത് എന്തിനാ? കാരണം സജിന നല്ലതാണോ? സജിന പെർഫെക്റ്റ് ആണോ? റസൂലിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് തന്നെ സജിനയ്ക്ക് കിട്ടണം. ഇമാതിരിയുള്ള കുറെ പുരുഷന്മാരുടെ ജീവിതം തകർത്ത്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കുറെ പുരുഷന്മാരുടെ കൂടെ പോയി സ്വന്തം ജീവിതവും സ്വന്തം മക്കളുടെ ജീവിതവും എല്ലാം തകർത്തുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള സ്ത്രീകൾക്ക് റസൂലിനെ പോലെയുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് കിട്ടണം. അല്ലാതെ റസൂലിന് കുറെ അവിഹിതങ്ങളുണ്ട്, റസൂൽ നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല എന്നൊന്നും പറഞ്ഞ് സജിനെ നന്നാക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം റസൂലും വിചാരിച്ചേക്കുന്നേക്കാൾ വലിയ ഒരു ഫ്രോഡായിട്ടാണ് വന്ന് സജിനെ ഇപ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്നത്. അതുകൊണ്ട് മൂപ്പൻ ഇതിനകത്തൊക്കെ ഇടപെട്ട് അനാവശ്യമായിട്ട് സജിനെ നന്നാക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും പോകണ്ട. സജിനെ അത്ര വലിയ നല്ലതൊന്നും അല്ല. എന്നെ ചെയ്ത് വെച്ചിരിക്കുന്ന എന്നെ ചെയ്ത് വെച്ചിരിക്കുന്ന എന്താന്ന് കണ്ടെന്നേ. അയാള് നമ്മൾ വിചാരിച്ചതിന്റെ അപ്പുറം, അയ്യോ തള്ളയുടെ പ്രായമുള്ള ആൾക്കാരെ പോലും വെച്ചിട്ട് ഞാൻ എല്ലാം തെളിവെടുത്ത് വെച്ചിട്ടുണ്ട്. തള്ളയുടെ പ്രായമുള്ള ആൾക്കാരെ പോലും ഞാൻ എത്രയെന്ന് പറഞ്ഞാൽ എത്ര പെണ്ണുങ്ങളെ ഞാൻ വിളിച്ച് പറയുന്നത്. ഇയാളെ മൊബൈൽ ഞാൻ ഇന്ന് വരെ എടുത്ത് നോക്കിയിട്ടില്ല, പക്ഷെ ഇന്ന് എടുത്ത് നോക്കിയപ്പോൾ എന്റെ ചങ്ക് പൊട്ടുവാണ്. എന്നാടി എനിക്ക് ഇങ്ങനെ അനുഭവങ്ങൾ വരുന്നത്? ഇല്ലല്ല, എന്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അയാളുടെ ഫാമിലിയെ വേണ്ടെങ്കിൽ അയാൾ ഇന്ന് 3 CR ഇന്ന് ഇവിടെ കൊണ്ടുവരണം. എനിക്ക് പൈസ മതി മോനെ, എനിക്ക് ഇനി എന്തായാലും ഇങ്ങനെ വേണ്ട, എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം. എന്റെ പൊന്നോ ഇല്ലല്ല, അപ്പുറത്തെ റൂമിൽ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിന്ന് ഇറങ്ങുവാണെങ്കിൽ
ഒന്നല്ലെങ്കിൽ എങ്ങനെ ഷാദിയ എന്നുള്ളത് അയാളെ ഫാമിലിയും അയാളെ അഭിമാനമാണ് വരുന്നത്. അല്ലല്ല, എന്റെ അഭിമാന പ്രശ്നമല്ല. എന്നെ ഇത്രയും ദ്രോഹിച്ച് ഇയാളെ വൃത്തികേട് ഫിറോസ് വരെ പറഞ്ഞതാ ഇവന്റെ കുറെ കാലല്ല. അത് കുഴപ്പമില്ല, ഞാൻ അകത്ത് പോയി കടന്നാലും പോകത്തില്ല. ഇത് അവസാനിക്കുന്നത് ഇത് തന്നെയായിരിക്കും. 3 CR എനിക്ക് അയാൾ തന്നില്ല. തള്ളയുടെ പ്രായം, അതായത് ഉമ്മയുടെയും അമ്മയുടെയും ഒക്കെ പ്രായമുള്ള സ്ത്രീകളായിട്ട് പോലും ഇയാൾക്ക് മോശപ്പെട്ട ബന്ധമുണ്ടായിരുന്നു എന്ന നഗ്ന സത്യം തിരിച്ചറിഞ്ഞതിന് ശേഷം പശ്ചാത്താപത്തിൽ തുളുമ്പുന്ന അല്ലെങ്കിൽ വിഷമം കൊണ്ട് കൂട്ടുകാരോട് സംസാരിക്കുന്ന സജനയുടെ വോയിസ് ആണ് നമ്മളിപ്പോൾ കേട്ടത്. നേരത്തെ ചോദിച്ചതുപോലെ തന്നെ സ്വന്തം ഭാര്യേനെയും മക്കളെയും ഒന്നും ഓർക്കാത്ത, അവരെയൊക്കെ വഞ്ചിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന റസൂലിനെ പോലുള്ള ഒരു പുരുഷനെ താങ്കൾ എന്ത് കണ്ടിട്ടാണ് വിശ്വസിച്ചത്? എന്നും ഒന്നും താങ്കളുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചോ? അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഭാര്യേനെ മൊഴി ചൊല്ലി ഡിവോഴ്സ് ചെയ്ത് താങ്കളെ കല്യാണം കഴിക്കും, അല്ലെങ്കിൽ താങ്കൾക്ക് ഇതിനു ഉണ്ടായിരുന്ന 2 മക്കളെയും ഇനി ഉണ്ടാവാൻ പോകുന്ന മക്കളെയൊക്കെ ഏറ്റെടുക്കുമെന്ന് വിചാരിച്ചോ? എന്തർത്ഥത്തിലാണ്? താങ്കളെ പോലുള്ള ഒരാളുമായി രഹസ്യ ബന്ധത്തിൽ ഏർപ്പെട്ട ഈ മനുഷ്യൻ ഇതുപോലെയുള്ള മറ്റുള്ള സ്ത്രീകളുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഇനി ഏർപ്പെടില്ല എന്നുള്ള എന്തുറപ്പായിരുന്നു സജന മോളെ താങ്കൾക്കുണ്ടായിരുന്നത്? സോ ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഇത് തന്നെ കിട്ടണം. ഇതിൻ്റെയൊക്കെ അവസാനം ഇത് തന്നെയാണ്. 5-10 മിനിറ്റത്തെ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളുടെ കുറച്ച് നാളത്തെ മാനസിക സന്തോഷത്തിനും ശരീരസുഖത്തിനും വേണ്ടി തേടി പോകുന്ന, അല്ലെങ്കിൽ കുടുംബവും മക്കളെയൊക്കെ ഉപേക്ഷിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും, എല്ലാ പുരുഷന്മാർക്കും ഇത് തന്നെ വരണം. ഇതിനകത്തൊന്നും നമ്മൾ വിഷമിക്കുകയും പരിതാപിക്കുകയും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതിനകത്തൊന്നും സ്ത്രീത്വവും വുമൻ ഗാർഡും ഒന്നും പൊക്കി പിടിച്ചുകൊണ്ട് വരേണ്ട കാര്യമില്ല. ഇതിനകത്തൊന്നും ഫെമിനിസ്റ്റുകളോ അല്ലെങ്കിൽ സ്ത്രീ സംരക്ഷകർ എന്നുള്ള അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകർ എന്നുള്ള ആൾക്കാരൊന്നും ഒരു പുരോഗമനാദവും പൊക്കി പിടിച്ചുകൊണ്ട് വരണ്ട. ഇതൊക്കെ അവനവന്റെ കയ്യിരിപ്പ് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഒരു ഡിവോഴ്സ് സംഭവിച്ചത് കൊണ്ട് മറ്റൊരു വിവാഹം വേണ്ടെന്നോ, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ വിവാഹം ഡിവോഴ്സ് ചെയ്തതിനു ശേഷം ജീവിതം അവസാനിപ്പിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എടുത്തു ചാടി താൽക്കാലിക സുഖത്തിനു വേണ്ടി ഇമാതിരിയുള്ള പരിപാടികൾ ചെയ്യരുത്. 8-10 പേരും സ്വന്തം ജീവിതത്തിലൂടെ ഇങ്ങനെ കാമുകന്മാരായിട്ട് കടത്തിവിടുന്ന സ്ത്രീകളെ നമ്മൾ മറ്റുള്ള പേരുകളൊക്കെ ഇട്ടാണ് വിളിക്കുക. സോ ഞാൻ സംസാരിച്ചത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളും എൻ്റെ മാത്രം കാഴ്ചപ്പാടുകളുമാണ്. ഫിറോസ് വലിയ നല്ലവനാണെന്നോ ഫിറോസ് ഒരു രീതിയിലുള്ള തെറ്റുകൾ ചെയ്യുന്നില്ല എന്നൊന്നും ഞാൻ പറഞ്ഞു വെക്കുന്നില്ല. ബിഗ് ബോസിനകത്ത് ഫിറോസിൻ്റെ മറുപടികളും ഫിറോസിൻ്റെ സംസാരങ്ങളും കേട്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഫിറോസും കുറച്ച് അഗ്രസീവാണ്, വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള, എല്ലാം ക്ഷമിച്ചു കൊടുക്കുന്ന മനുഷ്യനൊന്നും അല്ല. പക്ഷെ ഇതിനകത്ത് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഫിറോസിന്റെ ഭാഗത്താണ് ന്യായമെന്ന് മനസ്സിലാവും. തെളിവ് സഹിതമാണ് സംസാരിക്കുന്നത്. കരഞ്ഞു വിളിച്ച് എന്താ പറയുക, അവിടെ ഇവിടെയും തൊടാതെ കുറെ കഥകൾ പറയുകയല്ല, തെളിവ് സഹിതം ഓഡിയോകൾ സഹിതമാണ് പുറത്തുവിടുന്നത്. അതുകൊണ്ട് ഫിറോസിന്റെ കൂടെ നിൽക്കാനേ തൽക്കാലം നമുക്ക് നിർവാഹമുള്ളൂ. ഇതിനേക്കാൾ വലിയ കരച്ചിലും ഇതിനേക്കാൾ വലിയ നാടകങ്ങളുമായിട്ട് സജന പുറത്തോട്ട് വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവെക്കുക നമ്മുടെ കമന്റ് സെക്ഷനിൽ.